സത്യ, ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിനക്ക്? സാറേ, ഞാൻ കുഞ്ഞനായര് കവലയിൽ കാത്തു നിൽക്കായിരുന്നു. ഒരു ചായ കുടിക്കാൻ തിരിഞ്ഞപ്പോഴാ സാറിന്റെ കാറിങ് പോന്ന്. പിന്നെ ലോറിയും സാമഗ്രികളും കണ്ടപ്പോ അങ്ങ് ഉറപ്പിച്ചു. താഴെ മുകളിലൊക്കെ ഒരുവിധം അടിച്ചു പൊടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. താക്കോല് മേടിച്ചോടി. ഓ, സൂക്ഷിച്ചിറക്കണേ. ആ, സൂക്ഷിച്ചിറക്കണം, സൂക്ഷിച്ച്. കേട്ടതിനേക്കാൾ ഒരുപാട് ഒരുപാട് ഭംഗി. എങ്കിൽ നമുക്കിവിടെ രാപ്പാർക്കാം. അതെ, എല്ലാം ഒന്ന് സൂക്ഷിച്ചു വേണം ഇറക്കാൻ. ഇതൊക്കെ എന്റെ ഒരു റെയർ കളക്ഷൻസ് ആണ്. ഇതിനേക്കാൾ വില കൊണ്ടാവും സാറേ ഇവന്മാരുടെ കയറ്റൂലി. സുഹൃത്തെ, അതിറക്കല്ലേ, ഞാനോട് വരട്ടെ. ഒന്നു കൂടെ പുറപ്പേ, പതുക്കെ ഇറക്കണേ. സിംഗപ്പൂർ സാന ഇപ്പൊ കാശ് കൊടുത്താലും കിട്ടില്ല. എടോ കുഞ്ഞാ, ഇത് പൊട്ടിച്ചല്ലോ. സാറേ, ആരോ എറിഞ്ഞു പൊട്ടിച്ച. ഭാമേ, ആ സിംഗപ്പൂർ റാന്തൽ പൊട്ടിച്ചു. ണ്ടോ, ആരോ എന്തോ വെച്ചെറിഞ്ഞതാ. നീ ഇത് പിടിച്ചേ. ദേ കുഞ്ഞാ, കണ്ടോ, ആരോ ബോൾ വെച്ചെറിഞ്ഞാ. ദേ നോക്കിയേ, ആ ബോളിങ് എടുത്തേ. ക്രിക്കറ്റ് പന്താ കണ്ടോ, ക്രിക്കറ്റ് ബോളാ. ആരോ എവിടുന്നോ അടിച്ചതാ. ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മോന്റെ റെയർ കളക്ഷനാ പൊട്ടിയത്. എന്റെ പൊന്ന് കാഡ്ബറീസ് അല്ലേ, ഒന്ന് മതിൽ കയറി നോക്കടാ. ഐ കാൺ മാളു, എനിക്ക് വയ്യ. പ്ലീസ് ഡാ. ഓക്കേ, ബട്ട് 2 കാഡ്ബറീസ്, ദാറ്റ്സ് മൈ ഡിമാൻഡ്. 2 എങ്കിൽ 2, 4 എങ്കിൽ 4. ഹെൽപ് മീ കിച്ചു. ഓക്കേ. അയാൾ അവിടെ കാണുന്നില്ല. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ, സച്ചിനാണെന്ന് പറഞ്ഞ് കീച്ചും ഓർക്കണായിരുന്നു. പോടാ കാലുവാരി. കണ്ടിട്ടൊരു കാലിനാണെന്നാ തോന്നുന്നേ. ദേ, എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞെന്നില്ലെങ്കിൽ നൂഡിൽസ് കുഴയുന്ന പോലെ കുഴയണ്ടേ ഈശ്വരാ. ഒരു ഐഡിയ, നമുക്ക് രാഷ്ട്രീയക്കാരെ പോലെ ഇങ്ങോട്ട് കൊടുക്കുമ്പോ അങ്ങോട്ട് കയറി ഓടിക്കാലോ. ഒന്നാന്തര ഐഡിയ. കണ്ണൂർ ജില്ലയിൽ മുളപ്പിക്കേണ്ട ഈ വിത്തിന്റെ പേരെന്താ? പേര് പറ. ഞാനല്ല, മാളുവാ ബാറ്റ് ചെയ്ത്. എന്നാ നീ ഇങ്ങോട്ട് മാറിയിക്ക്. ഈ ബോൾ കൊണ്ടേ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാധന തകർന്നത്. അതിന് ഞങ്ങൾ എന്താ വേണം? അല്ലേ കിച്ചു? അത് കൊള്ളാവല്ലോ. ഈ ബോൾ ഇവിടുന്നല്ലേ അങ്ങോട്ട് വന്നത്? അല്ല, പിന്നെ അതിൽ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ അമേരിക്കാന്ന്. ഹേ മിസ്റ്റർ, ഞങ്ങളെ വരട്ടിയാലുണ്ടല്ലോ വിവരം അറിയും. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തകർന്നു പോയ എന്റെ റാന്തലോ? അതിപ്പോ ഞങ്ങളുടെ ബോൾ വരുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട കളക്ഷൻ പൊക്കി പിടിച്ചോണ്ടിരിക്കാൻ ആരും പറഞ്ഞു? കറക്റ്റ്, അത് ശരിയാണല്ലോ. വന്ന് അന്ന് തന്നെ നല്ല പാർട്ടിയായി ഉടക്കിയിരിക്കുന്നത്. എന്താന്നോ, ഈ ഹൈ റേഞ്ചിൽ ഫുലാൻ തേജും സംഘം. അത് ഇനിയുണ്ടൊരു ഗ്രൂപ്പ്, ഇവരുടെ എതിർ ഗ്രൂപ്പ്, ദാദാ സാഹിബും സംഘവും. എന്റെ കൊച്ചമ്മേ, ഇവരോട് ആരോടെങ്കിലും എതിർത്താൽ പിന്നെ ഈ ചോര ഇറങ്ങുന്ന നല്ലത്. അത്രയ്ക്കും പ്രശ്നക്കാരാ. അതെ, ഇത്തിരി പ്രശ്നക്കാർ തന്നെയാ. അതിനിപ്പോ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, എനിക്ക് എന്റെ സിംഗപ്പൂർ റാന്തൽ തിരിച്ചു കിട്ടണം. അയ്യോ, അതിനിപ്പോ ഞാൻ സിംഗപ്പൂർ വരെ പോണ്ടേ? പോണം. ഹനുമാന്റെ മോന്ത ആയതുകൊണ്ട് വാലും പൊക്കി നേരെ ലങ്കയിലേക്ക് ചാടിയാ മതി, എളുപ്പത്തിലെത്താം. എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വന്നല്ലോ, മര്യാദക്കാ ബോളിൽ നിന്ന് പോകുന്ന നല്ലത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുന്നേ? എന്ത് ചെയ്യുന്നു? ഇതിനു മുമ്പ് ഇവിടെ താമസിച്ച അയ്യരെയും കുടുംബത്തെ നമ്മൾ എന്താ ഇതെന്ന് പറഞ്ഞു കൊടുക്കടാ കിച്ചു. വാചകടിയൊക്കെ പിന്നെ എനിക്ക് എന്റെ റാന്തൽ തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ 2 എണ്ണത്തിന്റെ കൈയും കാലും വെട്ടിയെരിഞ്ഞ് മസാലയും ചേർത്ത് എണ്ണയിലിട്ട് വറുത്ത് ഞാൻ എന്റെ പട്ടിക്കിട്ട് കൊടുക്കും. ഈ മുംബൈ അധോലോകം അധോലോകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിചാരം എന്താ? അല്ല എന്താ? ദാവൂദ് എബ്രഹാം, ഛോട്ടാ രാജൻ തുടങ്ങിയ അധോലോക രാജാക്കന്മാരെ കാലത്തും വൈകിട്ടും ഓരോ പ്ലേറ്റ് മനുഷ്യന്റെ ബീഫ് ഫ്രൈ തിന്നാറ്. ഞാനേ മുംബൈ ചെന്നതിന്റെ 3ാമത്തെ ദിവസം രാത്രി നമ്മക്ക് ഈ കിടക്കുന്ന മുറിയുടെ കക്കൂസിരുന്നിട്ടുള്ള ഏർപ്പാട് പണ്ടേ ഇല്ലല്ലോ. ചോപ്പാക്കി കടപ്പുറത്ത് പോയിട്ട് ആർഭാടമായിട്ടൊന്ന് തൂറാന്ന് വിചാരിച്ചിരുന്നതാ. അപ്പോഴുണ്ടല്ലോ മോനെ, എന്താ 2 പോലീസ് ജീപ്പ് പിന്നില്. മുരിക്കിൻമുള്ളിൽ വീണ വാഴയില പോലെ
ശരീരം മുഴുവനും വെടിയുണ്ടകളേറ്റ ഒരാളിതാ മുന്നിലും. എന്നെ കണ്ട് ബജാവോ ബജാവോ രക്ഷിക്കാന്. ഞാൻ നോക്കുമ്പോ ആരാ? നമ്മുടെ ദാവൂദ് അബ്രഹാമേ. ആ എണ്ണി നോക്കുമ്പോ 24 വെടിയുണ്ടകളാണ് ശരീരത്തില്. അതും കൊണ്ട് മൂപ്പര് 1.5 മൈൽ ഇങ്ങനെ ഓടി വരികയാണ്. പേടിപ്പിക്കാത്ത കാര്യം പറയടാ. താമസിക്കാൻ വന്നവരായി പൂലൻദേവി ശേഖരിക്കും അടക്കി. ഇൻസാൻ കി മജ കറോ ബേട്ടെ. എത്രയും പെട്ടെന്ന് ദാദാ സാഹിബിനെ നമുക്ക് ഈ വിവരം അറിയിക്കണം. നീ കാര്യം പറ. വാർ ആൻഡ് ലവ് എന്ന് വെച്ചാൽ യുദ്ധം. ഒരു 3-4 ലോകമഹായുദ്ധത്തിന്റെ സകല ലക്ഷണങ്ങളും ഒത്തുയർന്നിട്ടുണ്ട്. അതെ, ഗഹ്റാമത് കറോ ബേട്ടെ. മുസ്സേ ദുഃഖ മിജാസ ക്യാ മിയാ. നിന്റെ കീഴാറ്റിലെ ഹിന്ദി വിട്ട് മലയാളത്തിൽ പറഞ്ഞു തോലക്കടാ. നീ വെറുതെ കാര്യം പറയാതെ ചൂടാവല്ലേ. ഞാൻ പറയുന്നത് കേൾക്ക്. അതെ, ഇന്നലെ വന്ന താമസക്കാരോട്ട് അവൾ ഉടക്കി. അതുകൊണ്ട് ഇപ്പോഴാ നമ്മുടെ ഗാങ്ങിനെ ഇടപെടാൻ പറ്റിയ സമയം. മനസ്സിലായോ മക്കളെ? നിങ്ങൾ അവിടെ എത്തിക്കോ. ഞാൻ ഈ പിള്ളേരിലേക്ക് അങ്ങ് നിർത്തി. ഞാനിപ്പം അല്പം വെച്ചോടാ. അയ്യടാ, ഈ കുമ്പളങ്ങ മോന്തം വെച്ചിട്ട് സീരിയസ് ആയിട്ട് അഭിനയിക്കാൻ ആയിട്ടില്ല. നീ ഒരു 5-6 റൂം കൂടി വരട്ടെ. നീ വരുന്നോ ഇല്ലയോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ, കാലത്ത് ഇറങ്ങിക്കോളൂ ഓരോ കുലുമാലുമായിട്ട്. അതെ, മനസ്സുണ്ടെങ്കിൽ വന്നാ മതി. ഈ മേരാൻ ആൻഡ് ജോക്കറിലെ ശശി കപൂറും ഡിംപിൾ കപാടിയും എങ്ങനെയാ പ്രേമിച്ചത്? കണ്ടു, ഉടക്കി, പ്രേമിച്ചു. ദിൽ സേ മേനെ പ്യാർ കിയയിലെ സൽമാൻ ഖാൻ അയാളുടെ കാമുകി ഐശ്വര്യ റായുടെ അകക്കാമ്പലേക്ക് എങ്ങനെ കടന്നു ചെന്നു? കണ്ടു, ഉടക്കി, പ്രേമിച്ചു. എന്തിന് നമ്മുടെ ഇഷ്ടാവഷ്ടത്തിലുള്ള കേരളത്തില് കുഞ്ചാക്ക ബോബൻ അങ്ങനെ മുറിമുക്കൻ രാജാവായി? കണ്ടു, ഉടക്കി, പ്രേമിച്ചു. ആദ്യം ഉടക്ക്, പിന്നെ പാട്ട്. അത് കഴിഞ്ഞ് ഇട്ടം വൈദ്യുതി കിഴിവെക്കുന്നത് പോലെ നെറ്റിയിലൊരുമ്മ, കവിളിലൊരുമ്മ, മൂക്കിലൊരുമ്മ, കണ്ണിലൊരുമ്മ, ചുണ്ടിലൊരുമ്മ, താഴെയൊരുമ്മ, ഉമ്മയോടുമ്മ. അതെ, ഈ ഉടക്കോടെ സംഗതി കയറി അങ്ങ് കേൾക്കും. സലോമിയ കണക്ഷൻ. എന്താ സത്യ ആലോചിച്ച് നിൽക്കുന്നേ? അല്ല ദേവേട്ടാ, ഞാൻ ആലോചിക്കുക നമ്മുടെ മോനെ ഈ മുറിയങ്ങ് കൊടുത്താലോന്ന്. വിൻഡോസ് മുഴുവൻ അവന് ഇഷ്ടപ്പെട്ട കളറാ, പ്യൂർ വൈറ്റ്. ഇവിടെ ബെഡിടാം. അവന്റെ ഷോക്കേസ് ഈ കോർണറാ നല്ലത് അല്ലേ? ആ തിരുവായിന്ന് എന്തെങ്കിലും ഒന്ന് മൊഴി എന്റെ ദേവാ. നീ പിൽസ് കഴിച്ചോ? ഇത്തിരി കഴിയട്ടെ ദേവേട്ടാ, പിന്നെ കഴിച്ചോളാം. ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. മോമെന്ന് ചോദിക്കുമ്പോഴേ അച്ഛൻ അമ്മയെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോഴേ എല്ലാം ഞാനങ്ങ് തുറന്നു പറയും. അവളുടെ തോന്നിവാസങ്ങൾക്ക് ഒരു അറുതി വരുത്തില്ലെങ്കിൽ ഈ ഡോളറിന്റെ പേര് മാറ്റിയിട്ട് കോളർ എന്നാക്കിയാ മതി. ദാവൂദ് അബ്രഹാമിനെ പരിചയമുണ്ടോ? ഇല്ലല്ലേ? ചോട്ടാ രാജേട്ടൻ, ഇവരൊക്കെ ബോംബെയിലെ അധോലോക രാജാക്കന്മാരാണ്. അണ്ടർവെയർ കിങ്. ഞാൻ അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ ഡോളർ. അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. സമ്മതിച്ച? അയ്യോ, സാർ ഒന്നും കൊണ്ടും ഭയപ്പെടണ്ട. സാറിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. വരൂ, നമുക്ക് ദാദാ സാഹിബിനെ പരിചയപ്പെടാം. ഇത് മറ്റേ ഗ്യാങ്ങാ. എന്ന് വെച്ചാ ദേവേട്ടൻ ഉടക്കിയ ആ ഫുലാൻ ദേവിയുടെ എതിർ ഗ്രൂപ്പ് ദാദാ സാഹിബ് സംഘവും. ആ കുഞ്ഞനായർ പറഞ്ഞതാ. ഓഹോ, അത് ശരി. ഞാൻ ശ്രീകുട്ടൻ. വ്യക്തിയും കാപ്ക സഹായക ആവശ്യകത. പേരെന്തോന്നാ പറഞ്ഞേ? ശ്രീകുട്ടൻ, ഞങ്ങളുടെ ദാദാ സാഹിബ്. പക്ഷെ ആളെ കണ്ടിട്ടേ ഒരു അധോലോക രാജാവിന്റെ ലുക്കില്ല. അത് പിന്നെ തന്നെ ഉണ്ടായിക്കോളും. ഈ ദാദാ സാഹിബും സംഘവും താങ്കളുടെ പിന്നിലുണ്ടെന്ന് അറിഞ്ഞാൽ ബുലാൻ ദേവി അല്ല, അവളുടെ അമ്മൂമ്മയുടെ ഒരു പത്തി തന്നെ മടങ്ങിക്കോളും. ഇപ്പൊ എങ്ങനെയാ പത്തി മടങ്ങിയോ? അയ്യോ,
പോലെ 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 പോലെ. അതാരാ പുതിയ അവതാരം? ആ വീട്ടിലെ വേലക്കാരിയാണ് സാറേ, ഭൈരവി. ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഡോളറിന്റെ അമ്മ. ഇനി ഞാനിവിടെ നിന്നാ ശരിയാവില്ല സാറേ. ഞാൻ അമ്മയുടെ മോൻ ഡോളർ. ഭൈരവി ആള് കൊള്ളാം. ഭൈരവി സമാധാനം സമാധാനം. എന്താ ശ്രീകുട്ട ഇത്? താങ്കൾ എവളും ചാണകം വലിച്ചെറിഞ്ഞു. അത് പച്ച ചാണകം. ചാണകം കൊണ്ടല്ലേ ഇറങ്ങിട്ടാ പോടാ കുമ്പളങ്ങ. ദയവ് ചെയ്ത് നിങ്ങളൊക്കെ പിരിഞ്ഞു പോണം. രണ്ടു കൂട്ടരോടുവാ പറയുന്നേ. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് താമസിക്കാവുന്ന ഒരാള് അങ്ങയുടെ വീട്ടുമുറ്റത്ത് വഴക്കിടുക. വളരെ ചീപ്പായി പോയി. പോയ പോയ എല്ലാരും പോയ പോയ പോയ. എന്താ പൊറോട്ടയ്ക്ക് ഉയർച്ചയാണോ? ഓ ഒന്നും മനസ്സിലായില്ല അല്ലേ? ഈ ഹൈറേഞ്ചിലെ 2 അധോലോക ഗ്രൂപ്പുകളാ പോയത്. ഒരു ഗ്രൂപ്പിന്റെ നേതാവ് എന്റെ മോള മാളു, മറ്റേത് എന്റെ സുഹൃത്തിന്റെ മോനാ ശ്രീകുട്ടൻ. വന്ന ഈ ദിവസം തന്നെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് തോന്നണ്ടാവും അല്ലേ? അങ്ങനെയൊന്നുമില്ല. ടേക്ക് ഇറ്റ് ആസ് എ ജോബ്. ഞങ്ങൾ ഇവിടെയുള്ള വയസ്സന്മാർ ഇപ്പൊ അതിനെ ഇങ്ങനെ കാണുന്നത്. അയ്യോ സോറി, ഞാൻ അനന്തൻ, അനന്തേട്ടൻ എന്ന് ഈ ഹൈറേഞ്ചിലുള്ളവർ വിളിക്കും. അടുത്ത വീട്ടിലാ താമസം. പുറപ്പെടുന്നതിന് മുമ്പ് ചൗധരി സാവ് പറഞ്ഞിരുന്നു, നിങ്ങളുടെ സഹോദരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഈ എസ്റ്റേറ്റും ബംഗ്ലാവും, എത്തിയാൽ പരിചയപ്പെടണമെന്നൊക്കെ. ചൗധരി എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മിസ്റ്റർ ദേവ് അല്ലേ? അതെ. ഇതെന്റെ ഭാര്യ സത്യഭാമ. ഹലോ. അയൽവക്കത്തേക്ക് എപ്പോഴും സ്വാഗതം. ഞാനും ഒരു കാന്താരിയും അതിനേക്കാൾ എരിവുള്ള ഒരു വേലക്കാരിയും താങ്കളുടെയും ഭാര്യയുടെയും സൗകര്യം കെടുത്താൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. ഒരെണ്ണം വിട്ടിട്ടുണ്ടല്ലേ? നമുക്കൊന്ന് കൂടണം. പിന്നെ കിട്ടിയ അയൽവാസി എങ്ങനെയുണ്ട് സത്യം? സ്ത്രീജന്മം പുണ്യജന്മം, പുരുഷജന്മം നരകജന്മം. ഈ സ്ത്രീജന്മം പുണ്യജന്മം, പുരുഷജന്മം. ശ്രീകണ്ഠനാരുടെ വീട്ടുജോലിയൊന്നും ഇതുവരെ തീർന്നില്ലേ? ഓ, അതെന്നെ കുഴിയിൽ കൊണ്ടുവച്ചാലും തീരില്ല ഭൈരവേ. നിങ്ങളുടെ മോനില്ലേ വീട്ടില് ഡോളറ്? അവന് വീട്ടിൽ നിൽക്കാൻ നേരണ്ടോ നായരെ? ഈ നരിയാപുരം പഞ്ചായത്തിലെ മൊത്തം കാര്യം അവന്റെ തലയിലല്ലേ? അലക്കുന്നേ ഉള്ളൂ, അടുക്കള കയറിയിട്ടില്ല. ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ഒരു ദിനോസനം തിന്നാനുള്ള വിശപ്പ് എനിക്കും. ചോറായോ? കറി മീനോ മുട്ടയോ ഇറച്ചിയോ? നിന്റെ അമ്മയുടെ നായരുടെ തല പുളിമുളകൂട്ട് വറ്റിച്ചു വെച്ചതുണ്ട്. ഇഷ്ടപ്പെടുവാവോ? ഇന്ന് ശ്രീകണ്ഠൻ നായരത്തിന് ചൂടിലാണല്ലോ ഡോളറെ. ഒരു 105 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ഉണ്ടാവും. എന്റെ വായിന്ന് തോന്നിയത് വിളിച്ചോളൂ ഇങ്ങോട്ടോ. 10-30 വർഷം ആസനത്തി വരെ അട്ട കടിക്കുന്ന അട്ടപ്പാടിയിലും വയനാട്ടിലും വനം വകുപ്പിനെ സേവിച്ച് അവസാനം പെൻഷൻ പറ്റിയപ്പോ ഈ വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക്? അയ്യോ അയ്യോ പാവം. അടുക്കള ജോലിയും വീട് വൃത്തിയാക്കലും അരക്കലും പിഴിക്കലും പലചരക്കടെ പോക്കും. എടാ, ഈ നിൽക്കുന്ന നിന്റെ അച്ഛനാണെന്ന് ഓർക്കണം. സ്വന്തം പിതാവെന്ന അച്ഛൻ. ഒരുമാതിരി എത്തി നോക്കുന്നവന്റെ ചന്തയില് ഏണി ചാരി നോക്കരുത് മോനെ, ആക്കരുത്. ശ്രീകുട്ടന്റെ സ്നേഹനിധി അച്ഛൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. കഷ്ടമല്ല കാഷ്ടം. ഇന്ന് അതും തിന്ന് ഇറങ്ങി പോവുകയുള്ളൂ. അയ്യേ, ഞാൻ ഇന്ന് അടുക്കള കയറുന്നില്ല, ഇങ്ങോട്ട് കയറാനും പോകുന്നില്ല. ദൈവമേ, ചതിച്ചോ? എടാ, ഇന്ന് അച്ഛൻ അല്പം സീരിയസ് ആണെന്ന് തോന്നുന്നു. അല്പമല്ല, വളരെ കൂടുതലാ. അവസാന തടവ് നോക്കാം നമുക്ക്. അവസാന തടവോ? നീ മറ്റത് പുറത്തെടുക്ക. അയ്യേ, നിന്റെ അച്ഛൻ മുമ്പിൽ വെച്ചോ? എനിക്ക് ചേട്ടാ, തമാശ പറയാ, നീ സാധനം പുറത്തെടുക്കടാ. ഇത് എന്ത് കഷ്ടമാണ് ഈശ്വര. എടാ, മറ്റവനെ. ഓ, മങ്കൂർണി. അച്ഛാ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എന്താടാ? പൊട്ടും മോനെ. അപ്പൊ അവളുമായി നീ വീണ്ടും ഉടക്കിയല്ലേ? അതെ, ഇവൻ ഈ ബുദ്ധി ഉപദേശത്തെ ഞാനാ. ആണോ? പിന്നല്ലാണ്ട്.
ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ സാമദ്രോഹി? എടാ ഇവരെ ഒരു പെണ്ണിന്റെ കൈക്ക് പിടിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് മനസ്സമാനത്തോടെ കണ്ണടയ്ക്കാൻ. അത് പിന്നെ ഞങ്ങള് മിണ്ടരുത്, ഞാൻ വായിത്തൊന്ന് വിളിച്ചു പറയേ. അയ്യോ പറയല്ലേ, ഇതൊരു സലോമിയ ഉടക്കാണ് എന്റെ നായേട്ടാ. സലോബി ഉടക്കോ? ആ, തണുപ്പുകൊണ്ട് ബാറ്ററി ഉറങ്ങിപ്പോയതാ. അതേടി. ഓ എന്നാ നാളെ മുതൽ കമ്പിളിയും പുറപ്പിച്ച് നമുക്ക് അകത്ത് കിടത്താം. ഈ ചക്കട വണ്ടി ഒന്ന് മാറ്റണ്ടേ ദേവേട്ടാ? അത് മാത്രം നീ പറയരുത്. ഇതേ കയറി ലൈനടിച്ച നിന്നെ എനിക്ക് കിട്ടിയത് ഒരു 30 വർഷം മുമ്പേ. കണ്ടോ 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 കണ്ടോ. ജോജി വല്ലതും പറ്റിയോ? ഇപ്പൊ എങ്ങനെയുണ്ട് മക്കളെ? ഇതാണ് 20 വറവും തമ്മിലുള്ള വ്യത്യാസം. കോപ്രായ ആര് കാണിച്ചാലും കേറി അങ്ങ് അനുകരിച്ചോളും. എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലാക്കാതെ കുട്ടിക്കുരങ്ങന്മാര്. അത് പോട്ടെ, വല്ലതും പറ്റിയോ? ജോജി ഓ, നിങ്ങൾ പരിചയക്കാരാണോ? ഞാൻ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചതാ. പൂലാൻദേവി കോപിക്കരുത്. അങ്ങയുടെ വിലയേറിയ ഉപദേശത്തിന് 1000 നന്ദി. ഹോണ്ടിങ് ലെവൽ നോവലിലെ റിച്ചാർഡ് ബ്രൂക്കിനെ പോലെ ഈ കിളവന് നിന്നോട് പ്രേമം മറ്റാണോടി? ആഹാ, കലക്കി. അല്ല, ഈ സുന്ദരിയുടെ പേരെന്താ? ഐ എം നീതു. എന്തോ നീതു. ബ്യൂട്ടിഫുൾ നെയിം. പക്ഷെ നീതു തമാശ ആസ്ഥാനത്തായി പോയി. 2 പെമ്പിള്ളേർക്ക് ആവശ്യമുള്ള ഈ ചെവിയും റബ്ബർ ബോൾ നിലത്തിട്ടതുപോലെയുള്ള നടത്തവും പോരാത്തതിന് നോക്കുകുത്തിക്ക് ചുട്ടുകുത്തിയതുപോലെ മൂക്കത്തൊരു കുത്തും. കിളവനാണെങ്കിലും എനിക്ക് വലിയ ഒരു സൗന്ദര്യ സങ്കല്പമൊക്കെ അല്ലേ നീതു? വരട്ടെ പൂലാൻദേവി. മക്കളെ ഇനിയും പോയി വീഴല്ലേ? ഇനി നിങ്ങൾ വന്ന വഴി തിരിഞ്ഞു പൊക്കോ.